ഇവിടെ ശ്രീ എൻ ശ്രീകുമാർ, ഇതിൽ പൊതുവിൽ ഇപ്പോൾ മാധ്യമം എന്ന നിലയ്ക്ക് മാത്രമല്ല, പൊതുവിൽ തന്നെ നോക്കിയാൽ വിവാദങ്ങൾ ഏശിയില്ല എന്നതല്ലേ CPM-ൻ്റെ കൊല്ലം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ആകെ വിലയിരുത്താവുന്ന, നമ്മൾ അന്തിമമായി എത്തിച്ചേരാവുന്ന ഒരു വിലയിരുത്തൽ അതുതന്നെയല്ലേ? മാധ്യമങ്ങൾ പല രൂപത്തിൽ പരിശ്രമിച്ചു, പലതും എഴുതി വന്നതും റിപ്പോർട്ട് ചെയ്തതുമൊക്കെ വളരെ നൈമിഷികമായ വിവാദ പരിശ്രമത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വളരെ ശക്തമായ ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ രാഷ്ട്രീയ കെട്ടുറപ്പിനെയും സംഘടനാ വളർച്ചയും ഒക്കെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചുമൊക്കെ ചർച്ച ചെയ്ത, ഭാവി കേരളത്തെ സംബന്ധിച്ചുമൊക്കെ ചർച്ച ചെയ്തൊരു സമ്മേളനത്തെ സംബന്ധിച്ച് ഇതേതെങ്കിലും ഒരു കാര്യം ഗൗരവമായി ആഴത്തിൽ സ്വാധീനിക്കുന്നതോ ബാധിക്കുന്നതേ ആയില്ലല്ലോ ശ്രീകുമാർ. നോക്കൂ ശരത്തെ, ഞാൻ ശ്രീ സ്വരാജിൻ്റെ സംസാരത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് പാർട്ടി അവിടെ എടുത്ത ഏതെങ്കിലും രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ വിശദീകരണമോ അതല്ലെങ്കിൽ നവകേരളത്തിലേക്കുള്ള പുതുവഴികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമോ, അതിന് മാധ്യമങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനമൊക്കെയാണ് പ്രതീക്ഷിച്ചത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല. എൻ്റെ ചോദ്യം അങ്ങനെയായിരുന്നു, അതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞോട്ടെ, തുടങ്ങിയതല്ല സർ, രണ്ടാമത് കയറി വന്നതുകൊണ്ട് അത് സ്വരാജിൽ ചാരേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. കാരണം എൻ്റെ ചോദ്യം അതായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പോയത്. തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ അവിടെ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ചാനൽ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അവർ വർഷങ്ങളായിട്ട് എല്ലാ സമ്മേളനങ്ങളും റിപ്പോർട്ട് ചെയ്ത് പരിചയമുള്ളവർ തന്നെയാണ്. കാരണം അവരുടെ റിപ്പോർട്ടിങ്ങൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഏത് ചാനലാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് സമ്മേളനം നടക്കുമ്പം, കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അവിടെ പോയിട്ട് കൈരളി ചാനൽ എങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതിലൊരു വലിയൊരു എന്തെങ്കിലും ഒരു ഇതുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം അവിടെ നടക്കുന്ന കോൺഗ്രസിന് സമ്മേളനം നടക്കാറില്ല. അല്ല ശരത്തെ, നമ്മൾ ഈ ഓരോന്നിനും ശരത്തെ എന്നോട് തക്കിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞാൽ കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ചുള്ളൊരു പൊതു കാര്യമാണ് പറഞ്ഞത്. കോൺഗ്രസ് ഒരു കാര്യം ഞാൻ പറയാം, CPM-നെ പോലെ കൃത്യമായിട്ട് സമ്മേളനം നടത്താൻ ഉള്ള ആ ഒരു കഴിവ് എന്തായാലും മറ്റ് ജനാധിപത്യ കക്ഷികൾക്കില്ല, സംശയമില്ലാത്തത്. അത് നമ്മൾ അംഗീകരിച്ച കാര്യം തന്നെയാണ്. ഞാനതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ സംസ്ഥാന സമ്മേളനം കൊണ്ട്, കൊല്ലത്ത് നടത്തിയ സംസ്ഥാന സമ്മേളനം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടായോ എന്നുള്ള കാര്യത്തിൽ ഗോവിന്ദൻ മാഷ് പോലും ഇന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് CPM-ൻ്റെ മുഖപത്രത്തിൽ ശ്രീ സ്വരാജാണ് റെസിഡൻറ്റ് എഡിറ്റർ. മുഖപത്രത്തിൽ അദ്ദേഹത്തോടൊരു ചോദ്യോത്തരമായിട്ടൊരു ചെറിയൊരു കോളമുണ്ട്. അതിൽ അദ്ദേഹം വിഭവ സമാഹരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാകുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാഷ് പറയുന്നത് വിഭവ സമാഹരണം അത് ഞങ്ങൾ ആലോചിക്കും, പൊതുമേഖലയിലെ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന പോലെയല്ല, അത് ഞങ്ങൾ ആലോചിക്കും. ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന രീതിയിലാണ് ഇന്ന് CPM-ൻ്റെ മുഖപത്രത്തിൽ മാഷ് അഭിമുഖം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പുതുവഴികളായാലും നവകേരളമായാലും ശരി, ഒരു കൃത്യമായ നിരീക്ഷണമോ തീരുമാനമോ സമ്മേളനത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്കൊരു പക്ഷമുള്ള പത്രപ്രവർത്തകനാണ്, ശരത്തിനറിയാം. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഒരു അംശം ഈ എൻ്റെ ഒരു വിമർശനത്തിൽ കാണും. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. രണ്ടാമത്തെ കാര്യം, മാധ്യമങ്ങൾ എന്താണ് റിപ്പോർട്ട് ചെയ്തത്? CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് സെക്രട്ടറി വന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കൃത്യമായി കേൾപ്പിച്ചു. എന്താണ്? വിഭാഗീയത ഇല്ല. വിഭാഗീയത പക്ഷേ അടുത്തട്ടിലുണ്ടെന്നുള്ള മാഷക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കരുനാഗപ്പള്ളിയും കൊഴിഞ്ഞാമ്പാറയും പ്രകടമായിട്ട് TV-കളിലൂടെ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ്. പിന്നെ അതിനുള്ളിൽ നടന്ന കാര്യങ്ങൾ എന്തായാലും പത്രപ്രവർത്തകർക്ക് അറിയില്ല. പക്ഷേ അതിനുള്ളിൽ വിതരണം ചെയ്ത റിപ്പോർട്ട് പുറത്തു വന്നില്ലേ ശരത്തെ? ആ റിപ്പോർട്ട് കൃത്യമായിട്ട് അത് അണ്ടർലൈൻ ചെയ്തിട്ട് അതിലത്തെ കാര്യങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാവരെയും ചാനലുകൾ കേൾപ്പിച്ചല്ലോ. അപ്പോൾ ആ റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ശ്രീ AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടി അന്വേഷിക്കട്ടെ. പക്ഷേ അവിടെ നടന്ന ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പാണല്ലോ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് മാധ്യമങ്ങൾ ഒന്നും അല്ലല്ലോ വിഷയം ഉണ്ടാക്കിയത്. അവിടുന്ന് ഒരു നേതാവ് പുറത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പത്മകുമാർ പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഇതിൽ എനിക്ക് 52 വർഷത്തെ പരിചയമുണ്ട്, 9 വർഷത്തെ പാർലമെൻ്ററി പരിചയമുള്ള ആളെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തത്. അത് ഞാൻ പാർട്ടിയിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ട് പരസ്യമായി പറയുന്നു. അത് ഫേസ്ബുക്കിൽ ഇട്ടത് തെറ്റായിപ്പോയി എന്നെനിക്ക് പിന്നെ എനിക്ക് തോന്നി, അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ശരി, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഓരോ നേതാക്കളും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓരോ നേതാക്കളെല്ലാം, നേതാവിൻ്റെ മകൻ ഇട്ടിട്ടുണ്ട്, മഹിളാ നേതാവ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിലെല്ലാം ഉണ്ട്. അപ്പോൾ ഈ
അഥവാ സാമൂഹ്യ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് ചില നേതാക്കളൊക്കെ മറ്റേ പിന്നിൽ നിന്ന് കുത്താനോ മുന്നിൽ നിന്ന് കുത്താനോ സൈഡിൽ നിന്ന് കുത്താനോ ഒക്കെ പറ്റിയിട്ടുണ്ട്. അത് പാർട്ടി മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കിയതല്ലല്ലോ. അത് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ വിശദീകരണം ചോദിക്കും, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഒപ്പം നമ്മളെപ്പോലുള്ള ഈ ഈ വക സമ്മേളനത്തിലെ ഗുണഫലങ്ങൾ കാക്ഷിക്കുന്ന പത്രപ്രവർത്തകരായ രാഷ്ട്രീയ വിമർശകർ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ, എന്താണ് ആ പാർട്ടി സമ്മേളനം ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത്, അങ്ങനെ വെക്കുമ്പോൾ ഒന്നും കാണുന്നില്ല ശരത്തെ. ഞാൻ ശ്രീ സ്വരാജിൽ നിന്ന് പ്രതീക്ഷിച്ചെന്ന് ആദ്യമേ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ സാഹചര്യം ഞാൻ സൂചിപ്പിച്ചു. കാരണം ഒരു ചർച്ചയിലേക്ക് അദ്ദേഹം എന്നല്ല താങ്കളാണെങ്കിലും താങ്കൾക്ക് ഇത്രയും പറയാനൊരു അവസരം പൊതുവിൽ തന്നെ വന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ചോദ്യം ആ രൂപത്തിലായിരുന്നു. വിവാദങ്ങൾ ഏശിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ കൂടി ബ്രോഡായ ഒരു സ്പേസിലേക്കാണ് പോയത്. ഞാൻ താങ്കൾ കൂടി വരട്ടെ എന്നോർത്ത് അദ്ദേഹത്തിൽ നിന്ന് ഈ ചർച്ച പോയ ഘട്ടത്തിൽ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിമർശനത്തിൻ്റെ തലം ഉണ്ട്. അതിലെന്താണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം? ഇതായിരുന്നു ചോദിച്ചത്. ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ.